നമസ്കാരം. സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടികൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ് ജനം. ഇതിനിടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സഹിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലൂടെയാണ് പൊതുജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അതിദയനീയം തന്നെയാണ്. ഇന്നിപ്പോൾ കണ്ണൂരിലെ ഒരു പെട്രോൾ കടയിൽ അവിടെ പെട്രോൾ അടിക്കുന്നതിന്റെ ഭാഗമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നു, പെട്രോൾ അടിക്കുന്നു. അതിന്റെ പണം ചോദിച്ചതിന്റെ പേരിൽ ആ പമ്പിലെ ജോലിക്കാരനെ കാറടിച്ചു കൊല്ലാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ശ്രമിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട, ജനങ്ങളുടെ സഹായിയാകേണ്ടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനൊരു വിക്രിയ ചെയ്തിരിക്കുന്നത്. കാക്കിയിട്ട് കഴിഞ്ഞാൽ തങ്ങളെ എല്ലാവരും അനുസരിക്കണം, തങ്ങൾക്ക് എല്ലാം ഫ്രീ ആയി കിട്ടണം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് ചില പോലീസുകാർ എത്തുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. സിനിമാ സ്റ്റൈലിലാണ് ചില പോലീസുകാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. സർക്കാർ വക നികുതിയാണെന്ന് പറഞ്ഞ് ജനം സമ്പാദിക്കുന്ന കൂലിയിൽ നിന്ന് ഒരു വലിയ തുക സർക്കാരിലേക്ക് പോകുന്നുണ്ട്. അതും പോരാഞ്ഞ് ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സൗജന്യ സേവനം ജനങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരന് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം. എന്നാലും പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. AR ക്യാമ്പ് ഡ്രൈവർ കെ സന്തോഷ് കുമാറിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ണൂർ തളാപ്പിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനായിട്ടുള്ള അനിലിനെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. സംഭവത്തിന് പിന്നാലെ സന്തോഷ് കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നാണ് വിവരം. സിറ്റി പോലീസ് കമ്മീഷണറുടേതാണ് നടപടി. പെട്രോൾ അടിച്ച ശേഷം മുഴുവൻ പണവും നൽകാതെ പോകാൻ ശ്രമിച്ച ഇയാളെ പെട്രോൾ പമ്പ് ജീവനക്കാരൻ തടഞ്ഞതോടെ ഇയാൾ പ്രകോപിതനാകുകയായിരുന്നു എന്നതാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. പെട്രോൾ അടിച്ച പണത്തിന്റെ ബാക്കി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പമ്പ് ജീവനക്കാരൻ അനിൽ പ്രതികരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് 3 മണിയോടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. തളാപ്പിലെ ഭാരത് പെട്രോൾ പമ്പിലേക്ക് AR ക്യാമ്പിലെ ഡ്രൈവറായിട്ടുള്ള സന്തോഷ് കുമാർ എന്ന വ്യക്തി തന്റെ സ്വന്തം കാറിലെത്തുന്നു. 2100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു. അതിനുശേഷം 1900 രൂപ ഇയാൾക്ക് നൽകുന്നു. തുടർന്ന് ബാക്കി ചോദിച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് എണ്ണ തിരിച്ചെടുത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് സന്തോഷ് കുമാർ മറുപടി നൽകിയത്. പിന്നീട് സ്ഥലത്തു നിന്ന് പോകാൻ ശ്രമിച്ച ഈ ഉദ്യോഗസ്ഥനെ ജീവനക്കാരൻ തുക നൽകാതെ വിടില്ല എന്ന രീതിയിൽ തടഞ്ഞുവെച്ചു. തുടർന്ന് പ്രകോപിതനായ സന്തോഷ് കുമാർ ജീവനക്കാരനെ കാറിന്റെ ബോണറ്റിലിരുത്തി വാഹനം മുന്നോട്ട് ഓടിച്ചു. 600 മീറ്ററോളമാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഈ തൊഴിലാളിയെയും കൊണ്ട് വാഹനത്തിൽ മുന്നോട്ട് പോയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. നോക്കണേ ഈ നാട്ടിലെ ഒരു അവസ്ഥ. ജനങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ ഈ നാട്ടിലുള്ള അധികൃതർ സമ്മതിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. അവരെ പേടിച്ച് ജീവിക്കണം, അവർ പറയുന്ന രീതിയിൽ ജീവിക്കണം എന്നതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിയമത്തിന് അതീതമാണെങ്കിൽ പോലും സ്വന്തം തീരുമാനങ്ങളാണ് ഇവിടെ നിയമമായി കാണുന്നത് എന്ന രീതിയിലാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രക്രിയകൾ.